ഞാനും നീയും ഒന്നാണേ. ഭാഗം 15. ഇല്ല, ഞാൻ ഞാൻ പാടില്ല, അവൾ പറഞ്ഞു. എന്നാൽ അത് കേട്ടപ്പോൾ സൂര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ഫോണെടുത്ത് ബഡെടുത്ത് ചെവിയിലേക്ക് വെച്ചു. പാടും ചേച്ചി, പാടാറുണ്ടല്ലോ, ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ ചേച്ചി കാണാതെ ഞങ്ങൾ പാട്ട് കേൾക്കാറുണ്ട്. ആരവും ആർജവും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ദത്തനും ശ്രീയും ചിരിച്ചു. മോള് പാടുമോ? എന്നാ ഒരു പാട്ട് പാടാമോ? മുത്തശ്ശി ചോദിച്ചു. അയ്യോ മുത്തശ്ശി, ഞാൻ പാടാറില്ല. ഇവര് വെറുതെ പറയുന്നതാ. ഞാനങ്ങനെ എനിക്കറിയില്ല, അവൾ പറഞ്ഞു. ആണോ ദത്തൻ, മോള് പാടാറില്ലേ? സൂര്യൻ്റെ അച്ഛൻ ചോദിച്ചു. അത് കേട്ടതും ദത്തൻ മയൂരിയെ നോക്കി. മയൂരി വേണ്ട എന്നുള്ള രീതിയിൽ തല അനക്കി. ദേ കണ്ടോ ചേച്ചി ഇല്ല എന്ന് പറയുന്നത്. എന്ന മോള് ഒരു പാട്ട് പാട്, മുത്തശ്ശിയും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അവൾക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൾ പാടി. ആ പാട്ട് കേട്ട് സൂര്യൻ കണ്ണുകൾ വിടർത്തി അവളെ നോക്കി. കാരണം അവൻ കേട്ടുകൊണ്ടിരുന്നതും അവൾ പാടിയ അതേ പാട്ട് തന്നെയായിരുന്നു. ആദ്യമായി അവൾ നേരിട്ട് പാടുന്നത് അവൻ കേൾക്കുന്നത്. അതിൻ്റെ അത്ഭുതം അവൻ്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നു. പാടിത്തീർന്നതും അവിടെ കയ്യടിയായിരുന്നു. ആ കയ്യടിയിൽ സൂര്യനും പങ്കുചേർന്നു. എന്ത് നന്നായിട്ടാ ഈ കുട്ടി പാടുന്നേ, എന്നിട്ട് പാടില്ല എന്നോ? മുത്തശ്ശി അത്ഭുതത്തോടെ പറഞ്ഞു. ശരിയാ, നന്നായിട്ട് മോൾ പാടുന്നേ. മോള് പാട്ട് പഠിച്ചിട്ടുണ്ടോ? സൂര്യൻ്റെ അമ്മ ചോദിച്ചു. ഉവ്വ്, മോള് പാട്ട് പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല കലാതിലകവും ആയിരുന്നു, ആദിശ്രീ അഭിമാനത്തോടെ പറയുന്നത് കേട്ട് എല്ലാവരും അവളെ നോക്കി. എന്നിട്ടാണ് ഞാൻ പാടില്ല, എനിക്കറിയില്ല എന്തൊക്കെയായിരുന്നു. ഏട്ടത്തിക്ക് പാടാനറിയാന്നൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഇത്രയും നന്നായിട്ട് ഏട്ടത്തി പാടുമോ? അനന്തൻ സീതാലക്ഷ്മിയെയും വേദദേവിനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. അയ്യോ ഇല്ല, ഇത്രയും നന്നായിട്ട് എന്തായാലും എനിക്ക് പാടാൻ പറ്റില്ല. അത് കേട്ടതും സീതാലക്ഷ്മി പറഞ്ഞു. ഏട്ടത്തി കീഴടങ്ങിയേ, ഇനി ഏട്ടൻ ജാമ്യത്തിൽ ഇറങ്ങിക്കൊള്ളും അല്ലേ ഏട്ടാ? അനന്തൻ പറഞ്ഞു. എൻ്റെ ഭാര്യ പാടും എന്നെനിക്കറിയാം, പക്ഷേ ഈ പാട്ട് കേട്ടപ്പോൾ ഇത്രയും നന്നായിട്ട് പാടുമെന്ന് എനിക്കും തോന്നുന്നില്ല. എൻ്റെ ഭാര്യ പാട്ടുകാരിയൊന്നുമല്ലല്ലോ, വക്കീലല്ലേ, വേദവ് പറഞ്ഞു. ഏട്ടാ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. മയൂരിയും ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ്, പാട്ടുകാരിയല്ല, അർജുൻ പറഞ്ഞു. നല്ലതിനെ നല്ലതെന്ന് തന്നെ ഞാനും എൻ്റെ ഭാര്യയുമെല്ലാം അഭിനന്ദിക്കാറുണ്ട്. മോളെ മയൂരി, നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ട് പാടി കേട്ടോ, വേദവ് പറഞ്ഞു. എല്ലാവരും അവളുടെ പാട്ടിനെ അഭിനന്ദിച്ചു. അടുത്തിരുന്ന ഭവ്യ അവളെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് എന്താ മയൂരി ചോദിച്ചു. നീ പാട്ട് പാടുന്ന കാര്യം എന്നോടെന്താ പറയാതിരുന്നത്? എന്തിനു പറയണം, ഞാനങ്ങനെ പാടാറൊന്നുമില്ല, വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ. അതും എൻ്റെ ആ 2 അനിയന്മാരും കൂടി എന്നെ ചതിച്ചതാ, അവൾ പറഞ്ഞു. നിന്നെ ചതിക്കുകയല്ല വേണ്ടത്, എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട, ഭവ്യ ദേഷ്യത്തിൽ പറഞ്ഞു. എന്നാൽ സൂര്യൻ അപ്പോൾ മയൂരിയുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ കാണുകയായിരുന്നു. അവൾ ഭവ്യയോട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും എല്ലാം അവൻ കണ്ടു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും സീറ്റിലേക്ക് ചാരിയിരുന്നു. അപ്പോഴും അവൻ്റെ ഫോണിൽ അവൾ പാടിയ പാട്ടുകൾ മാറി മാറി പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. അവൻ കുറച്ച് പിന്നിലേക്ക് ആലോചിക്കുകയായിരുന്നു. ഒരിക്കൽ ഹൈദരാബാദ് പോയപ്പോഴാണ് തനിക്ക് ചെറിയൊരു അപകടം പറ്റിയത്. അപകടം പറ്റിയെന്നല്ല, ശത്രുക്കൾ ആരോ പണിതാണ് എന്ന് അവൻ അറിയാമായിരുന്നു. അതും ഒരു ബിസിനസ് ഡീലിനു വേണ്ടി. ആ ബിസിനസ് ഗോകുലം ഗ്രൂപ്പിന് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ശത്രുക്കൾ ആ ടെൻഡർ സ്ഥലത്തേക്ക് താൻ എത്താതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അപകടം പറ്റിയിട്ടും ആ ടെൻഡർ സൂര്യൻ തന്നെ കൈക്കലാക്കിയിരുന്നു. അതിനുശേഷമാണ് അവൻ ഹോസ്പിറ്റലിലേക്ക് പോയത് പോലും. വീട്ടിൽ ആരെയും അറിയിക്കാതെ ആ ഹോസ്പിറ്റലിൽ 2-3 ദിവസം കിടക്കേണ്ടി വന്നു. അവൻ്റെ PS മാനസിക്കും ഹൈദരാബാദിലെ ഓഫീസിലെ മാനേജർക്കും മാത്രമേ താൻ ഹോസ്പിറ്റലിൽ ആണെന്ന് അറിയാൻ പാടുണ്ടായിരുന്നുള്ളൂ. ആ ദിവസങ്ങളിൽ വളരെ ബോറടിച്ചിരിക്കുന്ന ടൈമിലാണ് ഇൻസ്റ്റഗ്രാം തുറക്കുന്നതും അതിൽ സൂര്യൻ്റെ പാട്ടുകൾ മറ്റൊരു പേരിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങി അപ്ലോഡ് ചെയ്തു തുടങ്ങിയത്. പാട്ട് പാടാനും കേൾക്കാനും ഒരുപാട് ഇഷ്ടമായിരുന്നു, വീട്ടുകാർക്കും അറിയാം. പക്ഷേ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് സ്വയം പാടി ആ പാട്ടുകളെല്ലാം വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു സ്വഭാവം സൂര്യനുണ്ടായിരുന്നു. പിന്നീട് അത് വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടി ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തു തുടങ്ങിയത്. 2-3 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് സൂര്യന് കിട്ടി. അവൻ്റെ ആ ശബ്ദത്തിൽ ഒരുപാട് പെൺകുട്ടികൾ അവന് മെസ്സേജ് അയക്കാനും തുടങ്ങിയിരുന്നു.
എന്നാൽ സൂര്യൻ അതൊന്നും കാര്യമാക്കിയില്ല. അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഹൈദരാബാദിലെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ കാറിൽ ഇരിക്കുമ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുന്നത്. അവൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇൻസ്റ്റഗ്രാം മെസ്സേജാണ് എന്ന് മനസ്സിലായി. അത് ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു. അവൻ അത് പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് അവൻ പാടിയിരിക്കുന്ന പാട്ടുകൾ ഒരു പെൺകുട്ടി പാടി തിരിച്ചയച്ചിരിക്കുന്നത്. മനോഹരമായി താൻ പാടിയത് അതേപോലെ തന്നെ, അല്ല അതിലും മനോഹരമായി ആ പെൺകുട്ടി പാടിയിട്ടുണ്ടെന്ന് അവന് തോന്നി. അന്ന് അവൻ പാടി ഇട്ടിരുന്ന പാട്ടുകളാണ് ആ കുട്ടി പാടിയിരിക്കുന്നത്. അവൻ തിരിച്ച് മെസ്സേജ് ഒന്നും അയക്കാൻ പോയില്ലെങ്കിലും അവനത് വീണ്ടും വീണ്ടും കേട്ടു. അവൻ പാടിയതിനേക്കാൾ കൂടുതൽ അവന് ആ പെൺകുട്ടി പാടിയതാണ് ഇഷ്ടപ്പെട്ടത്. പിറ്റേ ദിവസം അതുപോലെ തന്നെ 2 പാട്ടുകൾ അവൻ പാടിയിട്ടിരുന്നത് ആ പെൺകുട്ടി പാടി തിരിച്ചയച്ചിരിക്കുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് സ്ഥിരമായി. അവൻ അതിനുവേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. അവൻ ആ ഇൻസ്റ്റ ഐഡിയിൽ കയറി നോക്കി. അതിൽ യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് പോലീസ് ഓഫീസറായ അനന്തേട്ടന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. സൂര്യൻ ഹൈദരാബാദിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് എത്തി. പിന്നെ അതിൻ്റെ പുറകെയായിരുന്നു. അതിൻ്റെ പുറകെ ഋഷികേശ് ആണെന്ന് അവൻ കണ്ടെത്തി. അതും ഏട്ടത്തിയായിട്ടുള്ള പ്രണയബന്ധത്തിൻ്റെ പേരിലാണെന്നും കണ്ടെത്തിയതും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായ ഏട്ടനെയും കൊണ്ട് ഏട്ടത്തിയെ അവരുടെ വീട്ടിൽ പോയി വിളിച്ചു കൊണ്ടുവരികയായിരുന്നു. പിന്നെ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളുമായി പോയപ്പോൾ പിന്നെ ആ പാട്ടുകൾ കേൾക്കാതെയായി. പിന്നെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് സ്വസ്ഥമായി വീട്ടിലെത്തി. ഒന്ന് കിടന്നപ്പോഴാണ് പെട്ടെന്ന് പാട്ട് കേൾക്കണം എന്ന് തോന്നി. ഫോൺ എടുത്ത് പാട്ട് വയ്ക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ഈ പാട്ടുകാരിയെക്കുറിച്ച് ഓർത്തത്. വേഗം ഇൻസ്റ്റയിൽ കയറി നോക്കി. എന്നും ഓരോ പാട്ടുകൾ വീതം താൻ മുന്നേ പാടിയിരിക്കുന്നത് എല്ലാം കേട്ടിട്ട് പാടി അയച്ചിട്ടുണ്ട്. അവൻ അതിൽ ഓരോന്ന് പ്ലേ ചെയ്യാൻ തുടങ്ങി. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞി പോയി നമ്മൾ മെല്ലെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഇയാളെ കണ്ടുപിടിക്കണം എന്നായിരുന്നു. പിന്നെ അതിന് ശ്രമിച്ചു. ആ അക്കൗണ്ട് ഉടമയുടെ IP വിലാസം കണ്ടുപിടിക്കാൻ ഇൻസ്റ്റഗ്രാം IP ഫൈൻഡർ ഉപയോഗിച്ചു. ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുടെ കൃത്യമായ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും അവർ എവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നും അവൻ കണ്ടെത്തി. അതിലൂടെ അവൻ മയൂരി ദത്തനിലേക്ക് എത്തിയത്. ഒരിക്കൽ കാണുകയും ചെയ്തു. മാളിൽ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ വരാൻ കുറച്ചു നേരം കൂടി വൈകുമെന്ന് പറഞ്ഞു. വെറുതെ ഫോൺ എടുത്ത് നോക്കി. അപ്പോൾ അന്നത്തെ പാട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആളുടെ ലൊക്കേഷൻ ഇപ്പോൾ എവിടെയാണെന്ന് നോക്കണമെന്ന് തോന്നി. അവൻ അവിടെ ഇരുന്ന് ലൊക്കേഷൻ നോക്കിയപ്പോൾ അവനൊന്ന് ഞെട്ടി. കാരണം താൻ ഇരിക്കുന്ന ആ ഭാഗത്ത് തന്നെയാണ് അവരുടെ ലൊക്കേഷൻ കാണിക്കുന്നത്. അത് കണ്ടതും അവന് ചെറിയ സംശയം തോന്നി. ഇനി തൻ്റെ ഫ്രണ്ട് തന്നെ പറ്റിക്കാൻ ചെയ്യുകയാണോ എന്ന് പോലും അവൻ ആലോചിച്ചു. പക്ഷേ മയൂരി എന്നുള്ള പേര് അറിയാവുന്നത് കൊണ്ട് മാളിലെ ഫുഡ് കോർട്ടിലാണ് ലൊക്കേഷൻ കാണിച്ചത്. അവിടെയുള്ള സെക്യൂരിറ്റി കൺട്രോൾ റൂമിലേക്ക് ചെന്നു. മയൂരി ദത്തൻ എന്ന് പറയുന്ന ആളുടെ ID കാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആൾ ഇവിടെയുണ്ടെന്നും താനിരുന്ന ടേബിളിൽ നിന്നാണ് കിട്ടിയത് എന്നും പറഞ്ഞു. കൺട്രോൾ റൂമിൽ നിന്നും വിളിച്ചു പറഞ്ഞതും അവൻ കുറച്ച് മാറി നിന്നു. അപ്പോഴേക്കും 2 കുട്ടികളുടെ ഒപ്പം നടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ അവൻ കണ്ടത്. അവൻ്റെ മനസ്സിൽ അത് മയൂരി ആണെന്ന് ഒരു സംശയം തോന്നി. അത് ശരിയായിരുന്നു. അവർ ആ സെക്യൂരിറ്റി ഓഫീസിലേക്ക് ചെല്ലുന്നതും സൂര്യൻ കൊടുത്ത കവർ അവർ മയൂരിക്ക് കൊടുക്കുകയും ചെയ്തു. തുറന്നു നോക്കിയതും അവൾ ഞെട്ടി നിൽക്കുന്നതും അവൻ കണ്ടു. അത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കാരണം അവന് അതിൽ എഴുതിയിരുന്നത്, കാണാമറയത്തിരിക്കുന്ന എൻ്റെ പാട്ടിൻ്റെ ആരാധികയ്ക്ക്, എൻ്റെ ഗായികയ്ക്ക് എന്നുള്ള ഒരു കുറിപ്പ് മാത്രമായിരുന്നു. അതും പിടിച്ചുകൊണ്ട് ചുറ്റും നോക്കുന്നതും സൂര്യൻ കണ്ടിരുന്നു. എന്നാൽ സൂര്യൻ ഒന്നും അറിയാത്തതുപോലെ അവളുടെ മുന്നിലൂടെ പാസ് ചെയ്തു പോവുകയും ചെയ്തു. അന്ന് അതിനുശേഷം മറിഞ്ഞിരുന്ന് അവളെ താൻ കണ്ടിരുന്നു. പിന്നീട് പാട്ട് പാടുമ്പോൾ എല്ലാം അവളുടെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങി. പിന്നീട് ബിസിനസ് കാര്യങ്ങളുമായി വീണ്ടും തിരക്കിലായെങ്കിലും അവളുടെ പാട്ടുകൾ എന്നും കേൾക്കാറുണ്ടായിരുന്നു.
അന്ന് ആ കുറിപ്പ് കൊടുത്തേ പിന്നെ 2 ദിവസം പാട്ടുകളൊന്നും കേട്ടില്ല. പക്ഷേ വീണ്ടും പാട്ട് പാടിയിട്ടപ്പോൾ പിറ്റേ ദിവസം ആ പാട്ട് പാടി വീണ്ടും മയൂരി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഒരു കുറിപ്പും, അന്വേഷിച്ച് വരരുത്, വന്നാൽ പിന്നീട് പാടില്ല എന്നുള്ള ഒരു കുറിപ്പുണ്ടായിരുന്നു. പക്ഷേ താൻ ആളെ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ മറുപടിയൊന്നും അയച്ചതുമില്ല. താൻ പാടുന്ന പാട്ടുകൾ എപ്പോഴും പാടി രാത്രി ഇടുന്നത് പതിവായി. യാദൃച്ഛികമായി ഓഫീസിൽ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി നിൽക്കുകയായിരുന്നു. കാരണം മയൂരി ദത്തൻ എന്ന പേര് അറിയാമായിരുന്നെങ്കിലും ദത്തൻ സാറിൻ്റെ മകളാണ് എന്ന് അറിയില്ലായിരുന്നു. അവൻ ഓർമ്മയിൽ നിന്നും പതിയെ കണ്ണു തുറന്നു. ഭവ്യയോട് സംസാരിച്ചു കൊണ്ടിരുന്ന മയൂരിയെ അവൻ നോക്കി. അതെ, വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാം, കുട്ടികൾ പറഞ്ഞു തുടങ്ങി. അത് ശരിയാണ്, അമ്മയ്ക്കും മരുന്ന് കഴിക്കാനുള്ളതല്ലേ, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അവർ എല്ലാവരും അവിടെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ദത്തൻ്റെ ഫാമിലിയുടെ കൂടെ ഭവ്യയും ശ്രീരാഗും കെവിനും മാനസിയും കൂടി. ആരവും ആർജവും ഇരിക്കുന്നിടത്ത് ഇരിക്കുമെന്ന് വാശി പിടിച്ച് ധരനും കാർത്തിക്കും അഥർവും അവരുടെ കൂടെ കൂടി. സൂര്യൻ്റെ ഫാമിലി മറ്റൊരു ഫാമിലി ടേബിളിലാണ് ഇരുന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ച് ബില്ല് കൊടുക്കാൻ വേണ്ടി ദത്തൻ ചെല്ലുമ്പോഴേക്കും സൂര്യൻ ബില്ല് കൊടുത്തിരുന്നു. സർ, ഞാൻ കൊടുക്കാമായിരുന്നു, ദത്തൻ പറഞ്ഞു. അങ്കിൾ, ഞാനിപ്പോൾ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ഒരു ഫാമിലി ടൂറാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി പോകുന്നത്. അതിനിടയിൽ എന്നെ ഈ സാർ എന്നുള്ള വിളിയിൽ നിന്നും ഒഴിവാക്കിയാൽ നന്നായിരിക്കും. ഓഫീസിൽ ഓക്കെ, ഞാനൊന്നും പറയില്ല, പക്ഷേ പുറമേയെങ്കിലും എന്നെ ഈ സാർ എന്നുള്ള വിളി വേണ്ട. സൂര്യൻ അങ്ങനെ വിളിച്ചാൽ മതി, അവൻ പറഞ്ഞു. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ഫോണുമായി അവൻ മാറി നിന്നു. എല്ലാവരും വണ്ടിയിലേക്ക് കയറിയിട്ടും സൂര്യൻ കയറാതെ നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇന്ന് ഏതോ ഒരാളെ കൊല്ലുന്നുണ്ട്. ആരായിരിക്കും ഇന്നത്തെ അവൻ്റെ ഇര? സൂര്യനെ നോക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു. ആരായാലും 2 ദിവസത്തേക്ക് അയാൾക്കിനി ഭക്ഷണം കഴിക്കേണ്ടി വരില്ല. ആവശ്യത്തിനധികം കൊടുക്കുന്നുണ്ട്, പുറത്തേക്ക് തലയിട്ടുകൊണ്ട് വേദദേവ് പറഞ്ഞു. ദേഷ്യത്തോടെ അവൻ വന്ന് വണ്ടിയിൽ കയറുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. അവൻ്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് വീട്ടുകാർ ആരും ഒന്നും പറയാൻ പോയില്ല. എന്നാൽ അവൻ്റെ ദേഷ്യം കണ്ട് മുത്തശ്ശി, മോളെ മയൂരി, ഒരു പാട്ടുകൂടി പാടുമോ? ഭക്ഷണവും കഴിച്ചു, ഞാൻ മരുന്നും കഴിച്ചു, ഇനിയൊന്ന് ഉറങ്ങണം. പാട്ട് കേട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു, മുത്തശ്ശി ചോദിച്ചു. എന്നാൽ ദേഷ്യത്തിൽ തന്നെ ഏറ്റവും പുറകിലെ സീറ്റിൽ പോയി ഇരിക്കുകയായിരുന്ന സൂര്യനെ അവൾ ഒന്ന് നോക്കി. അവൻ ദേഷ്യത്തിലാണെന്ന് അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മയൂരിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പാടാൻ അവൾക്ക് നല്ല പേടി തോന്നി. പോയി പാട്, ഭവ്യ പറഞ്ഞു. എനിക്ക് പേടിയാവുന്നു. സൂര്യൻ സാറിൻ്റെ മുഖം നോക്കിയേ. പാടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും നിർത്താൻ പറഞ്ഞാൽ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ കൈയും കാലും വിറയ്ക്കുന്നു, മയൂരി പറഞ്ഞു. ഇനി പെട്ടെന്ന് അത് ഞാൻ പാടാം, അതിനു മുമ്പ് ഏട്ടത്തി ഒന്ന് പാടാമോ? അവൾ സീതാലക്ഷ്മിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ശരിയാ, എൻ്റെ ഭാര്യയുടെ പാട്ടൊന്ന് കേട്ടു നോക്കൂ, വേദവ് പറഞ്ഞു. പാടാനായി സീതാലക്ഷ്മിക്ക് മൈക്ക് കൊടുത്തുകൊണ്ട് അവൾ പാടി. അവൾ പാടിയതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നാലും മയൂരിയുടെ അത്ര വന്നില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു. അത് ശരിയാ, എനിക്കും തോന്നി, സീതാലക്ഷ്മിയെ നോക്കി വേദവും പറഞ്ഞു. ശരിയാ, ഞാനിപ്പോൾ ആ കോടതിയിൽ കയറി തൊണ്ട പൊട്ടുന്നത് പോലെയല്ലേ സംസാരിക്കുന്നത്, പിന്നെ ഇപ്പോൾ പാട്ടൊന്നും പാടി നോക്കാറുമില്ല, അവൾ പറഞ്ഞു. എന്നാ പിന്നെ ഇനി മയൂരി പാടിക്കോ എന്ന് പറഞ്ഞ് ആ മൈക്ക് സീതാലക്ഷ്മി മയൂരിക്ക് കൊടുത്തു. മയൂരി മൈക്ക് വാങ്ങിക്കൊണ്ട് സൂര്യനെ നോക്കി. അപ്പോഴും ദേഷ്യത്തിൽ ഐപാഡിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു. അവൾ സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ പതിയെ പാടിത്തുടങ്ങി. പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവന്റെ പിറയായ നീ, അന്നെൻ്റെ ഉൾചുണ്ടിൻ തേൻതുള്ളി നീ, ഇന്നെൻ്റെ ഉൾപ്പൂവിൻ മിഴിനീരു നീ. പാടിക്കഴിഞ്ഞതും മുഖമുയർത്തി അവനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളിലെ തിളക്കം, അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരിയും അവൾ കണ്ടു. അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു സൂര്യനും. അവൾ അവനെ നോക്കുന്നത് കണ്ടതും വേഗം അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നോട്ടം മാറ്റി. പിന്നീട് എല്ലാവരും മാറി മാറി പാടാനൊക്കെ വന്നെങ്കിലും
സൂര്യൻ അപ്പോഴും മിണ്ടാതെയിരുന്നു. കാരണം അവൻ പാടിയാൽ ഉറപ്പായിട്ടും അവൾ തിരിച്ചറിയുമെന്ന് അവന് അറിയാമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളെല്ലാം ഉറക്കം തുടങ്ങി. അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഉറങ്ങി. സൂര്യൻ അപ്പോഴും ഐപാഡിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എഴുന്നേറ്റ് മയൂരിയുടെ സീറ്റിന് പുറകിലുള്ള സീറ്റിൽ വന്നിരുന്നു. കുട്ടികൾക്ക് നിവർന്ന് കിടന്നോട്ടെ എന്ന് കരുതിയാണ് അവൻ മാറിക്കൊടുത്തത്. എന്നാൽ അതൊന്നും അറിയാതെ മയൂരി അവളുടെ ഇൻസ്റ്റാ പേജ് എടുത്തു നോക്കുകയായിരുന്നു. അത് കണ്ട് സൂര്യൻ വേഗം അവൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിൽ അവൾക്കൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഇന്നിട്ട പാട്ട് എപ്പോഴാണ് പാടിത്തരുന്നത്? അവൻ ചോദിച്ചു. അവൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുന്നതും അവൻ കണ്ടു. അതിന് മറുപടി അയക്കാതിരിക്കുന്നതും അവൻ കണ്ടു. അവൻ അടുത്ത മെസ്സേജ് വിട്ടു. മറുപടി താടോ. അതും സെൻഡ് ചെയ്തു. അതും അവൾ കണ്ടു. പക്ഷേ റിപ്ലൈ കൊടുക്കുന്നില്ല എന്നവൻ ശ്രദ്ധിച്ചു. പിന്നെ അവൾ ഹെഡ്ഫോൺ വെച്ച് സൂര്യൻ്റെ ഇൻസ്റ്റാ പേജ് ഓപ്പൺ ചെയ്യുന്നതും അതിലെ പാട്ട് പ്ലേ ചെയ്ത് കേൾക്കുന്നതും അവൻ കണ്ടു. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് അവൾ പാടിയ പാട്ടുകൾ കേട്ട് അവനും പതിയെ ഉറക്കത്തിലേക്ക് പോയി. ഹായ്, അപ്പോൾ സ്റ്റോറി എന്നിട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.